നെത്തോലി അത്ര ചെറിയ മീനല്ലെന്ന് പറയാറില്ലേ? അതുപോലെ ഇറാനും അത്ര ചെറിയ മീനല്ല. US-ന് ഇറാൻ വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇറാന്റെ കരുത്ത് ഡ്രോണുകളാണ്. ഈ ഡ്രോണുകൾ US-നും ഇസ്രായേലിനും വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഡ്രോണുകൾ നിർണായക പങ്കാണ് വഹിച്ചത്. ഇതേ തന്ത്രം തന്നെ ഇപ്പോൾ ഇറാനും പ്രയോഗിക്കുന്നു. ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾ ട്രംപിന് വലിയ തലവേദനയാകുന്നു. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. നിരന്തരം ഇറാൻ മേഖലയിൽ ആക്രമണം നടത്തുകയാണ്. ആദ്യം US-ന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. ഇപ്പോൾ മറ്റ് അതിനിർണായക മേഖലകളിലേക്ക് കൂടി ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു. ഷഹീദ് ഡ്രോണുകളാണ് ഇറാന്റെ കരുത്ത്. താരതമ്യേന വില കുറവാണ് ഈ ഡ്രോണുകൾക്ക്. എന്നാൽ ഇവയെ പ്രതിരോധിക്കാൻ വലിയ വിലയാണ് US-നും സഖ്യകക്ഷികൾക്കും നൽകേണ്ടി വരുന്നത്. മാത്രമല്ല, ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാനും അത്ര എളുപ്പമല്ല. ഇങ്ങനെ പോയാൽ US-ന്റെ ഖജനാവ് ചോരും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഏറെ അപമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ US യുക്രൈൻ്റെ സഹായം തേടിയിരിക്കുന്നു. ഇറാന്റെ ഡ്രോണുകളെക്കുറിച്ച് യുക്രൈന് വ്യക്തമായ ധാരണയുണ്ട്. യുക്രൈനെ ലക്ഷ്യമിട്ട് റഷ്യ ഡ്രോൺ ആക്രമണ പരമ്പരകൾ തന്നെ നടത്തിയിട്ടുണ്ട്. ആദ്യം യുക്രൈനാണ് റഷ്യയ്ക്ക് നേരെ ചെലവ് കുറഞ്ഞ ഡ്രോണുകളെ ആക്രമണത്തിനായി ഉപയോഗിച്ചത്. ഇവയെ പ്രതിരോധിക്കാൻ റഷ്യ ഏറെ ബുദ്ധിമുട്ടി. ഇതോടെയാണ് റഷ്യ യുദ്ധതന്ത്രം മാറ്റിയത്. റഷ്യയും ഡ്രോണുകളെ ആക്രമണത്തിനായി കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇറാൻ ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന ഷഹീദ് ഡ്രോണുകളാണ് റഷ്യയും യുക്രൈന് നേരെ പ്രയോഗിച്ചത്. വലിയ നാശനഷ്ടങ്ങളാണ് ഈ ഡ്രോണുകൾ യുക്രൈനിലുണ്ടാക്കിയത്. താരതമ്യേന ചെലവ് കുറഞ്ഞ ഷഹീദ് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ചെലവ് കൂടിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നതോടെ ഇതിന് പരിഹാരമായി യുക്രൈൻ സ്വന്തമായി സ്റ്റിംഗ് എന്നു പേരുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തു. വൈൽഡ് ഹോണറ്റ്സ് എന്ന കമ്പനിയാണ് ഈ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തതിന് പിന്നിൽ. US-ഉം മിഡിൽ ഈസ്റ്റും യുക്രൈൻ്റെ സ്റ്റിംഗ് പ്രതിരോധ സംവിധാനം വാങ്ങാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിലെ US വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ടെത്തുന്ന ഇറാന്റെ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ യുക്രൈൻ്റെ സ്റ്റിങ്ങിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. യുക്രൈനിൽ പ്രയോഗിച്ച ഡ്രോണുകൾ റഷ്യ രഹസ്യമായി ഇറാന് നൽകുന്നുണ്ടെന്നും ചില വിദഗ്ധർ പറയുന്നു. സംയുക്തമായി ഡ്രോൺ പ്രതിരോധ സംവിധാനം നിർമ്മിക്കാമെന്ന് യുക്രൈൻ നേരത്തെ US-നോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ US അതിന് തയ്യാറായില്ല. അതേ US തന്നെ ഇപ്പോൾ യുക്രൈൻ്റെ സഹായം തേടിയിരിക്കുന്നു എന്നതാണ് വൈരുദ്ധ്യം. ഇറാന്റെ ഡ്രോണുകൾക്കെതിരെ ഗൾഫ് സഖ്യകക്ഷികൾക്ക് പ്രതിരോധ കവചം ഒരുക്കാൻ US യുക്രൈനോട് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുക്രൈൻ്റെ പങ്കാളികൾ ഇതിനായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും US-ഉം സഹായാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സെലൻസ്കി അറിയിച്ചു. യുക്രൈൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഏത് രാജ്യത്തു നിന്നും ഏത് സഹായവും ഞാൻ സ്വീകരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്.